കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബഷീർ ദിന ക്വിസ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിൽ വൈക്കം തലയോലപ്പറമ്പ്. ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീറിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. ബഷീറിൻ്റെ മാതാവിൻ്റെ പേരെന്ത്? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ സഹോദരങ്ങൾ ആരെല്ലാം? ഉത്തരം അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഉത്തരം ഫാബി ബഷീർ. ബഷീറിൻ്റെ മക്കളുടെ പേരെന്ത്? ഉത്തരം അനീസ്, ഷാഹിന. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജിയെ കാണാൻ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഉത്തരം 1930. ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏത്? ഉത്തരം 1930 കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ. ഭഗത് സിംഗ് മാതൃകയിൽ ബഷീർ സ്ഥാപിച്ച തീവ്രവാദ സംഘടനയുടെ പേരെന്ത്? ഉത്തരം വാനര സേന. ബഷീർ സ്ഥാപിച്ച തീവ്രവാദ സംഘടനയുടെ മുഖപത്രം ഏതായിരുന്നു? ഉത്തരം ഉജ്ജീവനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ബഷീർ എഴുതിയ ലേഖനങ്ങൾ ഏത് വാരികയിലൂടെയാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഉജ്ജീവനം വാരികയിലൂടെ. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏത്? ഉത്തരം എൻ്റെ തങ്കം. എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ചത് ഏത് വാരികയിലാണ്? ഉത്തരം ജയകേസരി. എൻ്റെ തങ്കം എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? ഉത്തരം കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനും. ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം 1942 പ്രസിദ്ധീകരിച്ച പ്രേമലേഖനം. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലായ പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേരെന്ത്? ഉത്തരം ആകാശ മിഠായി. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ഏക നാടകം ഏത്? ഉത്തരം കഥാബീജം. ബഷീറിൻ്റെ ഏക നാടകമായ കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആര്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ബഷീറിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേരെന്ത്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആര്? ഉത്തരം EM അഷറഫ്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിലുള്ളതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് തൻ്റെ ഏത് നോവലിലാണ്? ഉത്തരം ഡുപ്പൂപ്പായ്ക്ക് ഒരാനയുണ്ടാർന്ന്. ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയതാര്? ഉത്തരം MP പോൾ. മജീദ്, സുഹ്റ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം ബാല്യകാല സഖി. ബാല്യകാല സഖി പഠന വിഷയമാക്കിയത് ആര്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. ബാല്യകാല സഖി സിനിമയാക്കിയ സംവിധായകർ ആരെല്ലാം? ഉത്തരം ശശികുമാർ,
പ്രമോദ് പയ്യന്നൂർ. ബാല്യകാല സഖി പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഉത്തരം 1944. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ്. ഏതാണ് ഈ കഥ? ഉത്തരം അനർഘ നിമിഷം. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഉത്തരം MK സാനു. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു. ഏതാണ് ആ മരം? ഉത്തരം മാങ്കോസ്റ്റീൻ. സൈനബ, മണ്ടൻ മുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? ഉത്തരം സോജ രാജകുമാരി. ഭാർഗവീ നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കൃതിയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം നീലവെളിച്ചം. ബഷീറിൻ്റെ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ.